എന്നുള്ളത് മാധ്യമ പ്രവർത്തകൻ കെ പി റഹ്മത്തുള്ള നമുക്കൊപ്പം ചേരുമ്പോൾ ശ്രീ കെ പി റഹ്മത്തുള്ള മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് അൻവറിന്റെ ഒപ്പം നിന്നതാണ്. UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തു പോലും പച്ചക്കൊടി വീശിയ പാർട്ടിയാണ് ലീഗ്. പക്ഷേ കോൺഗ്രസിന്റെ നിലപാട് കാരണം അതുണ്ടായില്ല. ഇപ്പോഴും എല്ലാം പറഞ്ഞ് ധാരണയാക്കി അൻവറിനെ സമവായത്തിലാക്കി എന്നുള്ളൊരു ആത്മവിശ്വാസം ലീഗിനുണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടിക്ക് തന്നോടൊപ്പം നിന്നു എന്ന് പറഞ്ഞുകൊണ്ടും UDFനെ ആക്രമിക്കുക, പ്രതിപക്ഷ നേതാവിനെ അടച്ചാക്ഷേപിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ലീഗ് പിടിച്ചിരിക്കുന്ന ഒരു പുലിവാല് എന്നൊരവസ്ഥയിലാകുന്നു പാർട്ടി. കെ സുധാകരനുമായി അടുത്ത വ്യക്തിബന്ധമുള്ള ആള് എന്ന് മാത്രമല്ല, നിലമ്പൂരിൽ കോൺഗ്രസിൽ നിന്നിരുന്ന കാലത്ത് 4-ാം ഗ്രൂപ്പിന്റെ ഓഫീസ് തുറന്ന് പ്രവർത്തിച്ച ആള് കൂടിയാണ് PV അൻവർ. മാത്രമല്ല, ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തുമൊക്കെയായുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തു പോരാനുണ്ടായിരുന്ന കാരണങ്ങൾ. ഇപ്പോൾ അൻവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ നിലമ്പൂർ, അല്ലെങ്കിൽ തിരുവമ്പാടി, അല്ലെങ്കിൽ തവനൂർ, ഇങ്ങനെ 3 സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക എന്നതാണ് അൻവറിന്റെ തന്ത്രമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. KC വേണുഗോപാലുമായിട്ട് കണ്ടാലും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് ഈ രൂപത്തിലുള്ള ഒരു ധാരണയാണ്. മാത്രമല്ല, അൻവർ പറയുന്നതിൽ കുറച്ചൊക്കെ ശരിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആര്യാടൻ മുഹമ്മദ് ആയിരുന്നപ്പോൾ TK ഹംസയുമായി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റത് മുസ്ലിം ലീഗുകാർ അന്ന് മറിച്ച് വോട്ട് ചെയ്തതുകൊണ്ടാണ്. 1800-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അന്ന് ആര്യാടൻ മുഹമ്മദ് ജയിച്ചത്. രണ്ടാമത്തെ ആര്യാടൻ ഷൗക്കത്ത് VV പ്രകാശ് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിഭാഗം അൻവറിനെ സഹായിച്ചു എന്ന പരാതി KPCCക്ക് മുന്നിലെത്തിയതാണ്. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്ത് യുക്തിവാദി സംഘം തിരൂർ തുഞ്ചൻ പറമ്പിൽ നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് പാണക്കാട് തങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആൾദൈവമെന്നും പാണക്കാട് കയറി റെയ്ഡുകൾ നടത്തണമെന്നുമൊക്കെയാണ്. ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലമ്പൂരിലെ വോട്ടർമാരുടെ മുന്നിലുണ്ട് എന്നത് സത്യം തന്നെയാണ്. മാത്രമല്ല, അതിലും അപ്പുറം കടന്നുകൊണ്ട് അൻവർ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകാൻ 2 മാസം മുമ്പ് ചർച്ച നടത്തിയ ആളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് തനിക്ക് ജോയിയോടാണ് താല്പര്യമെന്ന് PV അൻവർ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ തന്റെ വഴിക്കുള്ള ഒരു സ്ഥാനാർത്ഥി വരുന്നില്ലെങ്കിൽ തനിക്ക് വരാനിരിക്കുന്ന 2026-ലെ തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ നിലമ്പൂര് കിട്ടണം, അല്ലെങ്കിൽ തവനൂര് കിട്ടണം, അല്ലെങ്കിൽ തിരുവമ്പാടി കിട്ടണം. അത് ഉറപ്പിക്കാനുള്ള വാചക കസർത്തുകളാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ വദായിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിലും ഇക്കാര്യങ്ങളാണ് പറഞ്ഞത്. കെ സുധാകരന്റെ ആശീർവാദത്തോടെ KC വേണുഗോപാലിനെ പോയി കണ്ട് ഇക്കാര്യങ്ങൾ അൻവർ ഉറപ്പിക്കുമെന്ന് തന്നെ തീർച്ചയാണ്. അതായത് അൻവറിന്റെ ലക്ഷ്യം നിലമ്പൂരല്ല, നേരത്തെ നടത്തുന്ന ഒരു ബാർഗൈനിങ് ആണ് ഈ പ്രസ്താവനകളൊക്കെ എന്നാണോ? അത് തന്നെയാണ്. കാരണം അദ്ദേഹം അടുത്ത ഇലക്ഷനിൽ സുരക്ഷിതമായ ഒരു സീറ്റ് എന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ അത് അനിവാര്യമാണ് എന്ന് അൻവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നിലമ്പൂരിൽ താൻ നേതൃത്വം നൽകിക്കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്ന് ആര്യാടൻ ഏറ്റവും കൂടുതൽ വോട്ടുകൾക്ക് ജയിച്ചത് 18,000 വോട്ടുകളാണ്. അതിന്റെ മേൽ ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിന് നേടിക്കൊടുത്തുകൊണ്ട് താനാണ് ഇപ്പോഴും നിലമ്പൂരിലെ അവസാനം. ശരി, തീർച്ചയായിട്ടും നന്ദി ശ്രീ കെ പി റഹ്മത്തുള്ള. ഇപ്പോൾ